അതിന്റെ കളറൊക്കെ എന്ത് ഭംഗിയാ. മധുര നെല്ലി മല കയറാൻ പോവുകയാണ്. ആത്തും ചേച്ചിയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഇരുന്ന് കാണിട്ടോ. ഞങ്ങൾ മല കയറുകയാണ്, നിങ്ങളെയും കൂടി ഞങ്ങളൊപ്പം ഒന്നത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ പോണത് ഇന്ന് വയനാട് ജില്ലയിലെ കുളകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു മലേൻ്റെ മുകളിലേക്കാണ് കേട്ടോ. കുരിശുമല എന്നൊക്കെ പറയും. ആ മലേൻ്റെ ചെരുവിലായിട്ട് ഒരു കുഞ്ഞു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ വീട് ഈ ചേച്ചീൻ്റെതായിരുന്നു. ഇവരിപ്പോൾ താമസിക്കുന്നത് വേറൊരു വീടാണ് കേട്ടോ. ചേച്ചിയേ നിങ്ങൾ കല്യാണം കഴിച്ച് വരുമ്പോഴൊക്കെ ഈ വഴി ഇങ്ങനെ തന്നെയാണോ? ഈ കല്ലുമുട്ടി തന്നെ നമ്മളാ പാറച്ചോടില്ലേ, അവിടെ എത്തിയപ്പോൾ മാമ ചോദിച്ചായി എവിടെ ചെങ്ങായി എൻ്റെ കൊട്ടാരില്ല തന്നെ. സത്യം പറഞ്ഞ മാമയൊക്കെ വന്നായിരുന്നെങ്കിൽ കല്യാണ ചക്കനോട് ഒക്കെ മാറിപ്പോട്ടോ. പിന്നെ അമ്മച്ച വന്നിട്ടേ അമ്മച്ചക്ക് ഇതൊക്കെ കണ്ട് കണ്ടപ്പോഴേ, പിന്നെ മുളകും കാപ്പിയും ഒക്കെ കണ്ടപ്പോൾ നന്നായിട്ട് ഇതിന്റെ മോളിക്കൊക്കെയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അയച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പൊ തന്നെ കിടക്കില്ല തുടങ്ങി. ഇതിന്റെ മോളിക്കൊക്കെയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അയച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് എഡിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ആ നാച്ചുറലായിട്ടാണ് കിടക്കട്ടെ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വോയിസിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ വ്യക്തത കുറവുണ്ടാവും. അത് ഇന്നത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അന്ന് ഇവിടെ താമസമുള്ള സമയത്ത് ഈ വഴിയൊക്കെ അടിച്ചു വരുമായിരുന്നു. ചൂല് കൊടുന്നേക്കും, ഇതൊന്നും കാടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് കയറി പോകുമ്പോൾ എന്തായാലും ചൂലും കൊണ്ട് അടിച്ചടിച്ച് കയറി പോകും. മറ്റേ നമ്മൾ ഓടി ഇറങ്ങിയിരുന്ന കരിമല ഇതെങ്ങി പോകില്ലേ, വീടൂല്ലേ. ഇത് വല്ല എഴുതണ്ടൊക്കെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിത് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. മലേൻ്റെ മുകളിലൊരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണ്, ഇത് വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചേച്ചീൻ്റെ വീട്. അപ്പോൾ അവർ ആദ്യം താമസിച്ചിരുന്ന വീട് ഈ മലയ്ക്ക് മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ മലയ്ക്ക് മുകളിലുള്ള വീട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അവിടെ ചെറിയ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വാടകയ്ക്ക് കൊടുക്കും ഒരു ദിവസത്തിനൊക്കെ എന്ന് പറഞ്ഞിട്ട് പോലെ അതിൻ്റെ പിന്നെ പൈസ മേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ കൊടുക്കാറുള്ളത്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഇപ്പം ഞങ്ങൾ പോണത്. പിന്നെ മലയ്ക്ക് മുകളിലേക്ക് വണ്ടി വാഹനങ്ങളൊന്നും ചെല്ലൂല കേട്ടോ, നമ്മൾ നടന്നിട്ട് തന്നെ പോകണം. അപ്പോൾ അതാ കരിങ്കല്ല് ഒക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് അങ്ങനെ സ്റ്റെപ്പായിട്ടുള്ളൊരു വഴിയാണ്. നടന്ന് പോകാനൊക്കെ കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് നടന്ന് പോവാം. പക്ഷേ മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ ജീവിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ളമുണ്ട്, പിന്നെ കറണ്ടൊക്കെ ഉള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ. ഇവർ ഒരുപാട് കാലം അവിടെ താമസിച്ചതായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 17 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് ആ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവർ ഇവിടുത്തെ താമസം മാറിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയി. ഇതിൻ്റെ മുകളിൽ ജീവിക്കുക പറഞ്ഞ സാധനങ്ങൾ വാങ്ങി പോകേണ്ട അവസ്ഥയൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി ഏറ്റിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക. അല്ലാതെ റോഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്കിത് ശീലമായിരുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യമില്ല കേട്ടോ. എന്നും നമ്മൾ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിനൊക്കെ നല്ല തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഒരാൾ കമ്പനി ഇല്ലാതെ ഒന്നും ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റൂല. ആകെ കാട് മൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചുറ്റുഭാഗമൊക്കെ കിടക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് വരുന്നതുകൊണ്ട് ഈ വഴി അങ്ങനെ ശരിക്കും തെളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് മാത്രം. ആദ്യത്തെ പ്രാവശ്യം വന്നേ പകുതി വരെ വന്നു. ഇവിടെ താഴത്തേക്ക് പോകാൻ വേണ്ട വിലക്ക് കയറുകയാണോ വേണ്ടെന്നാ ചിന്തിച്ചത് അന്നത്തെ ദിവസം. വിറകൊക്കെ പൊട്ടിച്ചാടി കിടക്കണം. അപ്പൊ ഈ പോണ വഴിയിലൊന്നും നമുക്കൊരു വീടോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. ഇത് നേരെ വഴി ചുറ്റുഭാഗത്തും മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീടുകളായിട്ടോ അല്ലെങ്കിൽ വല്ല ആൾക്കാരോ തമ്മിലുള്ള വഴിപ്പോക്കരോ കാര്യങ്ങളൊന്നും കാണൂല. നമ്മൾ നേരെ പോവുക ആ മലമുകളിലേക്കുള്ള ആ വീട് മാത്രം. ഈ ചേച്ചിക്ക് ഇപ്പോഴും താമസിക്കാൻ ഇഷ്ടപ്പെടണം. അത്രേ നല്ല ജീവിക്കാൻ സുഖമുള്ള ഏരിയയാണ് ഈ കുന്നുംപുറത്തെ. താഴെ ഭാഗത്ത് വെള്ളമില്ലെങ്കിലും ഇവിടെ വെള്ളവും പിന്നെ കറണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് 2011 അല്ല 2007 ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് താഴെ ഭാഗത്തൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുന്നുംപുറത്ത് കറണ്ടൊക്കെ ഉണ്ടായിരുന്നു. മല എന്നാ പറയാ കേട്ടോ. ഇത് കേറുമ്പോ അറിയാ എന്ത്
കൊളസ്ട്രോൾ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ. കുറവുണ്ട്, എന്തായാലും കിടപ്പ് കുറവുണ്ട്. കിടപ്പുണ്ടെങ്കിൽ പ്രസാദ് എന്നോട് പറഞ്ഞെന്താറിയോ, അമ്മ 2 വട്ടം രാവിലെയും വൈകുന്നേരം മേലെ പോയിട്ട് വന്നറിയോ. മതി. മുളക് പഴുത്ത് കിടക്കുന്നു. എന്റെ കൊട്ടാരം എവിടെ മനസ്സിലാണ്. എൻ്റെ സൈഡിലൊക്കെ വലിയ വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, മഴക്കാലത്ത് ഇത് കൂടെ പോകുമ്പോൾ കരുതും ദൈവം ഇതൊക്കെ പാട്ട് ഇടിഞ്ഞ് ചാടുവെന്ന്. ആ ഇതെന്താ വെള്ളം? ഇത് താഴത്തേക്ക് വെള്ളം പോണതല്ലേ? ഇത് പൊട്ടീനല്ലേ? വെള്ളം കൊണ്ടോ. ആ മുള്ളോ? പോണ വഴിയിലൊക്കെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഗോയ്സ്. പൊട്ടി വീണതാ. കയ്യിലൊരു കത്തിയുള്ളത് നന്നായിട്ടോ. മറ്റേ ആ സമയം നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് പോകേണ്ട വഴി കേട്ടോ. ആ വഴിയിലൊരു മുള്ളിൻ്റെ മരം ചാടി വീണിട്ടുണ്ട്. മാതിരി ഒന്ന് മാറി നിൽക്കും ഇവിടുന്ന്. കുത്തിയില്ലേ? ഇത് ഇങ്ങോട്ടും ഈ ചക്ക മൂത്തരമ്യ ഇല്ലല്ല, എന്താ 1 മാസം കൂടി കഴിയണല്ലേ? അപ്പത്തേനും പറഞ്ഞിട്ട് വാങ്ങി കഴിക്കണം. താഴേക്ക് വെള്ളല്ലേ? ഇല്ല, ആക്ക ഒഴിവാക്കിയില്ലേ. കിണറ്റിൽ വെള്ളം കുറവാന്ന് പറഞ്ഞു. കൊട്ടാരം അവിടെ ഉണ്ട്. രാവിലെ തപസ്സിരുന്നാലും തൊഴിൽ വിളിക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും. അതെല്ലാവർക്കും ഇട്ട് കൊടുക്കും. എൻ്റെ അമ്മോ, ഇതന്നെ മാലിയും കാലയൊക്കെ. ഇവിടെ എത്തുമ്പോ ഒരു സമാധാനമല്ലേ വീട് കാണുമ്പോ? ഇവിടെ വന്നാൽ പോവാൻ തോന്നൂലേ? ഓരോ പണിയെടുത്ത് ഇങ്ങനെ നിൽക്കാൻ തോന്നും. കാപ്പിയൊക്കെ നമുക്ക് പറിക്കാഞ്ഞിട്ട് മരത്തുമ്പോൾ നിൽക്കണം. മഞ്ഞ് മൂടിയിട്ട് വീഡിയോ ക്ലിയറില്ല. മക്കളെ വീറൂപ്പി അടിക്കി വെച്ചെടുക്കണോക്ക. നോക്ക ഈ ജനങ്ങൾ കുടിച്ചു തീർക്കണല്ലേ. അത് രാത്രി കണ്ണു കുടിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു. അത് ഇതാണ് ഇപ്പൊ ടെൻഷൻ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവരിവിടെ താമസമില്ല, പകരം ഇവര് ഇത് പിന്നെ റെന്റിന് 1 ദിവസത്തിനൊക്കെ ഉള്ള ഗസ്റ്റുകൾ വരും കേട്ടോ. അപ്പോൾ കാശ് വരും വാങ്ങും. ഇതൊരു ഇപ്പോൾ ഒരു ബിസിനസ്സാണ്. ഈ മലമുകളിലെ ഈ ചെറിയ വീട്ടിൽ ഭയങ്കര സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. ഇവിടെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല. അപ്പോൾ സെറ്റാണ് വീടൊക്കെ കാട്ടിക്കോ. ഡിഷാൻഡിനൊക്കെ മരം മൂടിയല്ലോ. നോക്കണം താഴേക്കുള്ള വ്യൂ. ചേച്ചിന്റെ ആട്ടും കൂടൊക്കെ എവിടെയായിരുന്നു? ബാക്കിൽ കണ്ടോ, നിരന്ന പാറതൊക്കെ ഉണ്ട്. മുറ്റം, വീടിന്റെ മുറ്റാണ് ഇതൊക്കെ. കണ്ടോ, ഇതൊന്നും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാട്ടോ. അതുവരെ ബിസിനസ്സാർത്ഥം. നമുക്ക് ഈ വീടൊന്നും കൊണ്ടുപോയി കേട്ടോ. മലമുകളിലെ കൊച്ചു വീട്, എന്തൊരു ഭംഗിയാണ് കാണാനൊക്കെ കിട്ടും. കയറി ചെല്ലുന്ന തന്നെ ഒരു ഹാളാണ്. ഇതെന്താണ് സംഭവം? ആ, ഇത്തിരി റൂം. കണ്ടോ,
മുകളിൽ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചുമരൊക്കെ കരിങ്കല്ല. പിന്നെ ഇവിടെ ഒരു റൂമുണ്ടല്ലേ, 2 റൂമാണ്. ചുമരിന്റെ വീതി ചുമരൊക്കെ കരിങ്കല്ല. ചുമരൊക്കെ കരിങ്കല്ലോണ്ട് കെട്ടിയുണ്ടാക്കിയാലേ ആണത്. കണ്ടിട്ടുണ്ട്. കണ്ടോ അടുക്കള. ഒരു കുടുംബത്തിന് നല്ല സുഖമായിട്ട് താമസിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ ഇത്. ഇത് പഴയ അടുപ്പും കാര്യങ്ങളൊക്കെ. അടുപ്പത്തൊന്നും ഇപ്പം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒക്കെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ള് ഇരുമ്പിൻ്റെ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. ഫുള്ള് ഇരുമ്പിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. പൈപ്പ് ലീക്ക് ഉണ്ടോ തോന്നുന്നു, മുഴുവൻ അടയ്ക്കാഞ്ഞിട്ടാ. പിന്നെ നമ്മൾക്ക് വെള്ളത്തിൻ്റെ സംഭവം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എവിടെയോ ഒലിയല്ല, ഇത് കെട്ടിപ്പടുത്ത്. ചേച്ചി ഇതിനിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അല്ല, ഇത് പടുത്തിട്ടൊന്നുമില്ലല്ലേ? ചെരുപ്പിട്ടിട്ടില്ല. ആ ഇതുണ്ടോ, ഇതൊന്നും ഇങ്ങനെ ഒഴുകിയിരുന്നല്ലേ ഞങ്ങൾ ഒക്കെ വന്ന സമയത്ത്. വെള്ളം കുറവാണല്ലോ. ഇതുണ്ടോ മുകളിൽ ഇതിൽ കിണറൊന്നും അല്ല കേട്ടോ, ഇത് പാറേൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വരുന്ന വെള്ളമാണ്. കേട്ടോ പാറൊക്കെ തൂങ്ങി നിൽക്കണം കേട്ടോ. സോപ്പും കായേ ഇത് കയ്യിലിട്ട് തിരുമ്പിയ സോപ്പാവും. അത് നമുക്ക് ഈ സോപ്പും സ്വർണ്ണം തട്ടാമാര് സ്വർണ്ണം കളിപ്പിക്കുന്നില്ലേ. അതൊക്കെ പണ്ട് ചേച്ചിയെ, ഇപ്പൊക്കെ കെമിക്കലൊക്കെ ഇട്ടിട്ട്. അമ്മ വീണോ? ഇത് കൂടെ തുണി അലക്കിയാലേ മണം ഉണ്ടാവുമോ തുണി അലക്കുമ്പോൾ? നോക്കിയൊക്കെ ഇത് നമ്മളെ സ്വർണ്ണപ്പണിക്കാർക്കൊക്കെ സ്വർണ്ണം വെളുപ്പിക്കാനൊക്കെ ഈ കായ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നല്ല മണമാണ് അത്ര സോപ്പും കായ. വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്താണ്? നല്ല വൈബായിരിക്കും. നല്ല വൈബ്. പുലി വരും. പുലി അതന്നെ, നമ്മൾ വീടിൻ്റെ ഉള്ളിലല്ലേ. വീടിൻ്റെ ഉള്ളിൽ നിൽക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ പുലിനെ നമുക്ക് വേണ്ടിവരില്ല. പുലിക്കൊന്നും നമ്മളെ വേണ്ടിവരില്ല. ഞാൻ ആദ്യം ആ മലേൻ്റെ മുളയ്ക്ക് പോയിരുന്നു. ഇതിന്റെ മുകളിൽ ഇനി വേറൊരു മല ഉണ്ട് കേട്ടോ. അത് ഇവിടുന്ന് കണ്ട ഞാൻ അത് ഇവിടുന്നേ ഇവിടുന്ന് അല്ല, കുരിശുമല ഇപ്പൊ ഏതാണ്? ഇത് ഇതിന്റെ മുകളിൽ കോട മൂടിയിട്ട് കാണില്ല ശരിക്കും. 500 മീറ്ററിലധികം ഉണ്ടാവും ഉയരം. ഈ ഫ്ലവർ തന്നെ. ഇനിയിപ്പോ ഇതൊക്കെ കൊണ്ടുപോകാനുള്ള പരിപാടിയാ? കണ്ടോ ഇതൊക്കെ ഇത് നമ്മൾ ആദ്യം വന്ന അന്നുണ്ടല്ലേ. ഈ ചെടിക്ക് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും ചേച്ചിയെ? 35 കൊല്ലത്തെ പഴക്കം ഉണ്ടാവും എത്ര ഈ ചെടിക്ക് തന്നെ. ഞങ്ങൾ ആദ്യം വന്ന സമയത്തും ഉണ്ടത്. അതാ വീടിൻ്റെ പേരുണ്ട് തോന്നുന്നുണ്ട്. ഇത് ഇവ ചെറിയ മുള്ളു അച്ഛക്ക് അനുഭവം ഉണ്ട്. കുത്തിയാ പോവില്ല, ഭയങ്കര ചൊറിച്ചിലായി. അങ്കമ്മമാരുടെ വീട്ടിൽ നിന്ന് ഇതള് കൊടുന്ന് നട്ടത്. അതിപ്പോ നോക്കാം വെട്ടിപ്പറിച്ചുള്ള പാറ നിറച്ചതായി. ഇതിന്റെ കായ അതിനെവിടെയാണ് കായ? പഴാണ്. ഇത് മറ്റേ ചെടി പോലെ ഇല്ലേ നമ്മളെ എന്താണ് പറയാ, ഒരു പഴത്തിന് പറയില്ലേ? എന്താണ് ആ പഴത്തിന് പറയാ ചേച്ചി? ഡ്രാഗൺ ഫ്രൂട്ട്. അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട്. അന്ന് ഇട്ടെന്നില്ല എനിക്ക് ഫോട്ടോ. അയിമണ്ട കായ അതിന്റെ വേറൊരു രൂപല്ലേ ഇത്? ഇതൊക്കെ പഴുത്ത മഞ്ഞ. അത് വാടിയതാ. എന്താണ് ടെൻ്റ് അടിച്ചിട്ട് കിടക്കാനുള്ളതാ? അത് നല്ല രസം ഉണ്ടാകും അല്ലേ? തറ ഉണ്ടാക്കി കൊടുത്തതാണ്.
ഇതൊരു കിടക്ക. അത് ശ്രദ്ധിക്കാൻ വീട്ടിലെ ആളുണ്ടായിരുന്നു ആദ്യം. അവിടെ ഒരു മുത്തശ്ശനുണ്ടായിരുന്നല്ലോ നമ്മൾ വരുന്ന സമയത്ത്. അത് വീട് പൊളിഞ്ഞു. ഇവർക്ക് കമ്പനിക്ക് ഉണ്ടായിരുന്നൊരു വീടായിരുന്നു കേട്ടോ അത്. നമ്മളെ ചേച്ചീൻ്റെ വീട്. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചു തന്ന വീടും ഈ വീടും പിന്നെ ഇവർ അയൽവാസിയായിരുന്നു ഇവരൊക്കെ പോയി. മറ്റേ വീടൊക്കെ ആകെ അടിഞ്ഞ് പൊളിഞ്ഞ് പോയി. രസമല്ലേ? എന്താണേലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ പോരട്ടെ. പിന്നെ വയനാട് ഭാഗത്തുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്ന് വെച്ചെങ്കിൽ ഒന്ന് വരിക, കാണുക, ഇരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ നല്ല വൈബാണ് കേട്ടോ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ നമ്പർ അതിൽ പറയാം, ഡിസ്ക്രിപ്ഷനിലെങ്ങാനും കൊടുക്കാം. കണ്ടോ? ഇങ്ങോട്ട് പോരും, അങ്ങോട്ടെങ്ങാട് ഊർന്ന് പോകും. സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർക്ക് അലമ്പ് പിന്നെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല. വരുന്നവരൊച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനും പാടില്ല. വരുന്നവരൊച്ചപ്പാടുണ്ടാക്കാനും പാടില്ല. സ്വസ്ഥായിട്ട് കുരിശുമല ഇതിന്റെ മുകളിലല്ലേ? നോക്കി അവിടെ ദുഃഖ വെള്ളിയാഴ്ച മാത്രമേ കയറുള്ളൂ. കേരളം എപ്പോഴും കയറും, പക്ഷേ വഴി എത്ര ഉണ്ട്? കുറെ വഴിയുണ്ട്. പിന്നെ അതിന്റെ മുകൾക്ക് 1/2 കിലോമീറ്ററിലധികം ഉണ്ടാവില്ല. ഈ ഫ്ലോർ ഇവിടുന്ന് തന്നെ 1/2 കിലോമീറ്റർ വലിയ ഏറെ ഉയരണ്ടാവും. അപ്പൊ ആ മലേന്റെ മുകളിൽ എത്ര ഉണ്ടാവും? ഇതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല. പറ്റും. ഞങ്ങള് വെറുതെ വട്ടം കയറിയിട്ടുണ്ട് അവിടെ. മറ്റ് വേറൊരു ജന്തു ഉണ്ടായിരുന്നില്ല ചേച്ചിയെ? എന്താണ്? അല്ലേ, ഉടുമ്പോ? ഉടുമ്പൊക്കെ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ ഇതിനൊക്കെ ആൾക്കാർ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ തീറ്റ ഇല്ലാത്തോണ്ടേ കേറി പോവായിരിക്കും. ചിന്നുവിന്റെ കൂട്ടുകാര് ഇനിയിപ്പോ ഇത് വരും. എന്തിനറിയോ? ചക്കയൊക്കെ ആവുമ്പോ. ചക്കയാകുമ്പോ കൂട്ടുകാര് വരും. ചക്കയാണല്ല ഇവിടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ എവിടെയാണോ? കൂട്ടുകാര് ആരെയും ഞാൻ പറയണറിയോ? കൊരങ്ങന്മാരെ. ചിന്നുവിന്റെ ഫേവറേറ്റ് അല്ലേ ചിന്നു കുരങ്ങന്മാര്? ഇന്നലെ ചുരം കയറിയപ്പോ കുരങ്ങന്മാരെ കാണാൻ ഭയങ്കര വിഷമായിരുന്നു. നോക്കി അവരെ വിളിക്കാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? ഒച്ച ശബ്ദങ്ങളുണ്ടോ? ശബ്ദമൊന്നുമില്ല. ഭക്ഷണം ഉണ്ടെങ്കിൽ അവര് വരും. കുരങ്ങ കളിച്ച ചിന്നോന്ന് ഇങ്ങോട്ടും വിളിക്കും. അല്ല അതാ മുള്ളുണ്ട്, അത് കയ്യുമ്പോ കേറിയുണ്ടല്ലോ. പഴുത്തുമ്പോ തന്നെ ഒരു മുള്ളുണ്ടല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട് അല്ല. ഞാൻ തിന്നട്ടെ. പിന്നെ ഉറുമ്പിനെ മുഴുവൻ അങ്ങ് തിന്നൂട്. ഇതെന്താ കഴിക്കാണ്ടാവുക ഇതില്? നിക്കടാ, നാക്കത്ത് വെച്ച് നോക്ക്. നല്ല ടേസ്റ്റ് ഇല്ലേ? പക്ഷെ ഇതിനകത്ത് ഉറുമ്പുണ്ടല്ലേ? അതിന്റെ കളർ നോക്ക്, എന്ത് ഭംഗിയാ. ഇനിയുണ്ടോ? നാക്കത്ത് വെച്ച് നോക്ക്. നല്ല സൂപ്പറല്ലേ? അതിന്റെ കായ ഇതിലും വലുതാ. ഏതിന്റെ ചെടിയും ഉണ്ടാവണ കായാണല്ലേ? കരിങ്കല്ലിന്റെ മല. മറ്റേതാ ഉറുമ്പുകള് ആയിട്ട് കണ്ടില്ല. പിന്നെന്താ അത് കഴിക്കാൻ പറ്റണ തന്നെയല്ലേ? എന്നാ കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ഡ്രാഗൺ ഫ്രൂട്ടിന് ഇങ്ങനെ തന്നെയാ. ശരിയാണ്. അത് കുറച്ച് വലിയ മധുരമൊന്നുമില്ല, കട്ടി മധുരമൊന്നുമില്ല. കാണാൻ ഭംഗിയുണ്ട് മാത്രം. നീരല്ലേ? പക്ഷെ ഇതിന് വെള്ളം വേണ്ടല്ലോ. മരുഭൂമിയിലുണ്ടാകുന്നതാ. അതൊക്കെ കൈമൊക്കെ മുള്ളി അത് പറിച്ച് നമുക്ക് അത് അങ്ങനെ പറിച്ചാൽ കിട്ടില്ല. ഏകദേശം എത്രയായി കാണും. ഈ ചെടി കുഴിച്ചിട്ട കഥ ഉണ്ടപ്പോ ചേച്ചി പറയുന്നത് കേട്ടോ. എന്നിട്ട് അതൊരു ദിവസം എന്താക്കി, കാറ്റും മഴയും മറിഞ്ഞാടി. പാട്ടയില് കുഴിച്ചിട്ടത്. പാട്ടയില് ഒരേന്റെ പകുതി ഒരല. പിന്നെ അത് വലുതായിട്ട് മറിഞ്ഞാടി. അങ്ങനെ വെട്ടിപ്പറിച്ച് പാറന്റെ താഴേക്ക് കളഞ്ഞത്. വെട്ടിപ്പറിച്ച് പാറേന്റെ ചോട്ടിക്ക് കളഞ്ഞോടത്തുനിന്ന് മുളച്ചതാണിത്. ഒരു വെള്ളത്തിന്റെ ഒന്നും കാര്യമില്ലല്ലേ? വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലേ? ഇനി പെട്ടാലോ? പോണ്ട, ഇവിടെ ഇരിക്കുക കുറേ. ഇന്നലെ അതാ പറഞ്ഞ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ കിടക്കാന്. ഭക്ഷണം ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മള് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരികയല്ലേ? അല്ല പിന്നെ വെറ്റി കൊടുക്കേണ്ടവർക്ക് വെറ്റി കൊടുക്കണം. ഫുഡ് ഉണ്ടല്ലോ കൃഷ്ണഗിരി. ഓർഡർ ചെയ്താ ഓർഡർ ചെയ്ത് എന്തെല്ലാം വേണം ഇത് താഴെ കൊണ്ടു തരുള്ളൂ കേട്ടോ. സ്റ്റേഡിയം കിട്ടുവിടുന്നില്ല അല്ലേ?
സ്റ്റേഡിയം ഏത് ഭാഗത്തായിട്ട് വരും? കൃഷ്ണഗിരി സ്റ്റേഡിയം. കെട്ടിടമൊക്കെ കാണും. ആ അതാണല്ലേ നമ്മുടെ ടി വിയിൽ കണ്ടല്ലോ, നമ്മളെ വാർത്തയിലല്ല സ്പോർട്സ് ഇതിൽ തന്നെ ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിന്റെ ക്യാമറ നമ്മളെ ഈ വീട് ഇന്ത്യൻ ടീമിലേക്ക് കണ്ടോ. സജന, മൃദുല ഇവിടുന്ന് നോക്കിയാൽ കാണുന്നുണ്ട് കേട്ടോ നമ്മളെ വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയം അതാണ് കേട്ടോ കാണുന്നത്. നീക്കി അപ്പോഴേ കാണുള്ളൂ. ആ കെട്ടിടം, ആ വലിയ കെട്ടിടം മീനങ്ങാടി ടൗണാണ് ആ കാണുന്നത്. അങ്ങ് കാണുന്ന കെട്ടിടങ്ങൾ ഇതൊക്കെ വീടാളല്ലേ? അതൊക്കെ വീടുകളാ. അത്ര ദൂരമുണ്ടോ മീനങ്ങാടിക്ക്? അതെ ഇത് മീനങ്ങാടി പറയുന്നത് ഇത് 54. ഇവിടുന്ന് അങ്ങോട്ട് പോണ മീനങ്ങാടി. കെട്ടിടങ്ങൾ ഇങ്ങനെ കയറുന്ന കാണുമ്പോഴേ നമുക്ക് ദൂരം തോന്നുന്നല്ലേ. അപ്പോൾ കൂട്ടുകാർ മലയും മലേൻ്റെ മുകളിലുള്ള വീടൊക്കെ കണ്ടില്ലേ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങണ സമയത്ത് തന്നെ കയറിനെക്കാട്ടി ബുദ്ധിമുട്ടിക്ക് ഇറങ്ങണതാണ് കേട്ടോ തോന്നിയത്. കാലിനൊക്കെ ഒരു ബാലൻസ് പോണ പോലെയൊക്കെ തോന്നി. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോരല്ല പിന്നെ ഒരു സംഭവം കിട്ടിട്ടോ കയ്യിൽ. അപ്പോൾ അതൊന്നും എടുത്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കും കൂടെ ഒന്നത് കാട്ടിത്തരികയാണ്. അപ്പൂപ്പന്താടി ചിന്നുവാ, നീ അപ്പൂപ്പന്താടി കണ്ടോ? ആ പോവാണ്. അപ്പൊ ശരിക്കും കുറങ്ങൻ തന്നെ നടക്കേ പോവാ. അതൊരാള് വിളിച്ചിട്ട് പറിക്കണം ചെയ്യും. വന്നോണ്ട് വിദേശത്തോടെ എന്നും പറയടാ, ഒരു ഇഞ്ചൊക്കെ പറിച്ചിട്ട് ആടാ പറിച്ചിട്ട് എല്ലാം കൂടെ പുറത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. ഉച്ചക്ക് വേണമെങ്കിൽ വേണ്ട. ഇനിയിപ്പോ ചക്ക കിട്ടി. പൂവന്നാ കുട്ടിയല്ലേ കുട്ടിയല്ലേ ചിന്നിട്ട് എൻ്റെ മാരിയപ്പോ ഞങ്ങളൊക്കെ കുട്ടിയൊക്കെ ശക്തി ഉണ്ടാകുക. അങ്ങനെ മല ഇറങ്ങാൻ കുറച്ചുണ്ടായെങ്കിൽ ചേച്ചി അവിടെ പോയിട്ടൊരു പ്ലാവുമെന്ന് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത് ഇന്ന് പോയതിനെ കൊണ്ട് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുരങ്ങന്മാർ കൊണ്ടുപോയിട്ടുണ്ടായേനെ. പിന്നെ 2 ക്യാനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഭയങ്കര ചെടിയൊക്കെ നടുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ വല്ല പാത്രങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി അതൊക്കെ കയ്യിലെടുക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ മലയൊക്കെ ഇറങ്ങി റോഡ് വരെ അത്യാവശ്യം നല്ല ഇറക്കം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഇറങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാണ്ട് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. കുരുമുളക് മരം വീണിട്ടുണ്ടായിരുന്നു. കൈമണ്ണ് കിട്ടിയ കുരുമുളക് അതാണ് ബക്കറ്റിൽ. ചക്ക വെട്ടാനൊരു കത്തി. പിന്നെ വിറക് നമ്മൾ പോയപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടായില്ലേ. തിന്നു കാണിച്ചു തരുന്നു. തോർത്ത് കൊണ്ട തലയിൽ വെക്കട്ടെ ചക്ക. അവിടെ പാട്ടൊന്നും കിട്ടൂല കേട്ടോ മോനെ. ആ കുട്ടി എവിടേക്ക് പോയി ഒറ്റയ്ക്ക്? ആ വടി ഞാൻ പിടിച്ചോളാം, നിങ്ങൾ നടന്നോളി. കുത്തി പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. വേണ്ട നിൽക്കണ്ട. അങ്ങനെ നമ്മൾ നടന്ന് മല ഇറങ്ങി നമ്മളെ നാട് കാണാനായിട്ട്. നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും കാര്യങ്ങളൊക്കെ റോഡിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വഴി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ടോ വീട് താഴെ വീടൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഏകദേശം എത്താനായി എന്നുള്ളത്. പക്ഷേ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല കേട്ടോ. അത്ര നല്ലൊരു അന്തരീക്ഷമാണ്. അതായത് മുറ്റൊക്കെ പാറയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ആ പറയുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ നല്ല ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും കാണിച്ചു തന്നല്ലോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഭയങ്കര വൈബാണ് കേട്ടോ കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി പോരാൻ തോന്നാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് പോരില്ലാതെ നിവർത്തില്ലല്ലോ. നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ ചെയ്യാനുണ്ട്. കുറേ വീടുകൾ സന്ദർശിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെയിൽ ആകുമ്പോഴേക്കിന് നമുക്ക് പോവാന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ വെയിലാകുമ്പോഴേക്കും നമ്മൾ മലയും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. വെയിലായി കഴിഞ്ഞാൽ പറപ്പുറം ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മലകയറ്റും വീടൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ റോട്ടിലെത്തിയിട്ടോ ഇനി നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ വേഗം തന്നെ ഇപ്രാവശ്യം പഴുത്ത ചക്കയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചക്ക വെട്ടിയേക്ക് തന്നെ നല്ല അടിപൊളി നല്ല പഴുത്ത ചക്ക തന്നെ ആയിരുന്നു അത്. അപ്പം എന്നാൽ അതും കൂടി ഒന്നുകൂടെ മുറിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചിന്നുട്ടി അവിടെ മുറ്റത്ത് പടിഞ്ഞെന്നാണ് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചക്ക പഴുത്തതായി കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെ തന്നെയാണല്ലോ, ഓരോ എല്ലാവരുടെ കയ്യിലും കഷ്ണം കൊടുത്തതിന് ശേഷം ഞങ്ങളൊക്കെ തിന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ടാറ്റാ.